നമ്മളിപ്പോൾ ഗോകുലം ഗ്രാൻഡ് കുമരക റിസോർട്ടിലാണ്. ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജ്. ഇവിടെ നിന്ന് അങ്ങോട്ടെല്ലാം കോട്ടേജാണ്. ഇതാണ് നമ്മുടെ കോട്ടേജ്. റൂം നമ്പർ 223. ഇപ്പോൾ കോട്ടേജിൻ്റെ അകത്തെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. തുറന്ന് വരുമ്പോൾ TV, സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോഫി മേക്കർ, കോഫി ഐറ്റംസ് എല്ലാം. പിന്നെ 2 ചെയർ, അവിടെ ഒരു റീഡിംഗ് ടേബിളും. ഇതാണ് ബെഡ്. ഉണ്ട്, അടിപൊളിയല്ലേ. റൂഫൊക്കെ ഫുള്ള് വുഡാണ്. ബാത്റൂം. ഹായ്. നല്ല ക്ലീനായിട്ടുള്ള അടിപൊളി ബാത്റൂമാണ്. ഉണ്ടോ? നമ്മളിവിടെ ഈവനിങ്ങാണ് എത്തിയത്. ഈവനിങ് എത്തിയപ്പോൾ അവിടെ നമുക്ക് ബോട്ടിംഗ് ഏരിയയുടെ അടുത്തായിട്ട് കുഞ്ഞൊരു ടീ സ്റ്റോളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ടീ ഒക്കെ കുടിച്ചിട്ട് പയ്യെ അത് കഴിഞ്ഞിട്ട് ബോട്ടിങ്ങിന് പോകാം. കാണാൻ സൂപ്പറായിട്ട് നല്ല നാടൻ സ്റ്റൈലിലുള്ള ഒരു തട്ടുകടയാണ്. തട്ടുകട എന്ന് പറയുമ്പോൾ വേറെ സ്നാക്സും ടീയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരു ചായടിക്കാരനാണ് പുള്ളിക്കാരൻ. അടിപൊളിയായിട്ട് ചായയൊക്കെ അടിച്ച് തന്നു. നമുക്ക് ആ ചായയൊക്കെ കുടിച്ചിട്ട് പയ്യെ ബോട്ടിങ്ങിനോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ബോട്ടിങ്ങിനുള്ള ടൈമായി. ബോട്ടിലോട്ട് കയറാം. ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗോകുലം ഗ്രാൻഡിലെ കോംപ്ലിമെൻ്ററി 1 hour ബോട്ട് ട്രിപ്പാണ്. അതിനായിട്ട് നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. 1 hour ഉണ്ട്. ഈ 1 hour നമുക്ക് ഇതൊക്കെ വേമ്പനാട്ട് കായലൊന്ന് ചുറ്റിക്കട്ടേച്ച് നമ്മുടെ കപ്പിത്താൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ട് എടുക്കാൻ പോവാണ്. നമ്മളിവിടെ നിന്ന് ബായ് പറഞ്ഞ് എല്ലാവരുമായിട്ട് ബായ് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ ഇതിനകത്തൂടെയുള്ള യാത്ര കഴിഞ്ഞ് തിരിച്ചു വരാം. ഒരു കുരിശടിയാണ്, അതായത് അതിൻ്റെ ഒരു കുരിശടിയാണ്. വെള്ളത്തിൻ്റെ നടുക്കാണ് അതിന്. നമുക്ക് അതുവഴി നടന്നകത്തോട്ട് കയറാം. പക്ഷെ വെള്ളത്തിലാണ് അതിരിക്കുന്നത്. ആ കാണുന്നതാണ് ഗോകുലം ഗ്രാൻഡ് റിസോർട്ട്, അവരുടെ പ്രോപ്പർട്ടി. നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇത് ഇന്നൊരു പ്രോപ്പർട്ടിയാണ് അവരുടെ തന്നെ, ഗോകുലം ഗ്രാൻഡ് തന്നെ ലേക്ക് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഈ കാണുന്നത് നമ്മുടെ വേമ്പനാട്ട് കായലിന് നടുക്കായിട്ടൊരു ഐലൻഡ് പോലെ. ഇത് വന്നിട്ട് നമ്മുടെ MRF ടയേഴ്സിൽ അവരുടെ ഗസ്റ്റ് ഹൗസാണ് ഈ കാണുന്നത്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നടുക്കായിട്ടാണ്, അതായത് 4 ചുറ്റിനും വെള്ളം, ഒരു ഐലൻഡ് പോലെ വന്നിട്ട് അവിടെ ഒരു ഗസ്റ്റ് ഹൗസ്. അല്ല, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടയറിൻ്റെ ഗസ്റ്റ് ഹൗസ്, MRF ടയേഴ്സിൻ്റെ ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ ആ ബോർഡറിൽ അവർ സേഫ്റ്റി ഇതിന് വെച്ചേക്കുന്ന ഫുള്ള് ടയറാണ് കേട്ടോ. ആ ടയർ കട്ട് ചെയ്ത് അതിലിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇതാണ് ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് വ്യൂ. നമ്മൾ ആ സൈഡ് കാണുന്നത് കുമരകം, ആ കാണുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ വേമ്പനാട്ട് കായൽ 2 സൈഡിൽ നിന്ന് നിൽക്കുകയാണ്. വേമ്പനാട്ട് കായലിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് ആലപ്പുഴയും ഒരു സൈഡെന്ന് പറയുന്നത് കുമരകവുമാണ്. അപ്പോൾ ആ കാണുന്നതാണ് കുമരകം ലേക്ക് റിസോർട്ട്. ഇവിടെ ഫേമസ് ആയിട്ടുള്ള റിസോർട്ടുകളിലൊന്നാണ് കുമരകം ലേക്ക് റിസോർട്ട്. ഇതെല്ലാം റിസോർട്ടുകൾ തന്നെയാണ്. ഇതെല്ലാം റിസോർട്ടുകൾ തന്നെയാണ്. ഓരോരോ എല്ലാം 5 സ്റ്റാർ റേറ്റിങ്ങിലുള്ള റിസോർട്ടുകളാണ് ഈ സൈഡിലിരിക്കുന്നതെല്ലാം. കുറച്ച് ടോപ്പായിട്ടുണ്ട്. 3 സ്റ്റാർ ഉണ്ട്. നമുക്ക് ബഡ്ജറ്റഡായിട്ടും ഏത് രീതിയിലുള്ള റിസോർട്ടുകൾ വേണമെങ്കിലും നമുക്കിവിടെ എടുക്കാം.
ഓൺലൈൻ അഗോഡയിലും മേക്ക് മൈ ട്രിപ്പിലും ഗോബബയിലും എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ 1 hour ട്രിപ്പ് കഴിഞ്ഞു. തിരിച്ച് നമ്മൾ റിസോർട്ടിലോട്ട് എത്തി. റിസോർട്ടിലോട്ട് പോകാം. അതാണ് നമ്മുടെ റിസോർട്ട് ഉണ്ടല്ലോ. അതാണ് ഗോകുലം ഗ്രാൻഡ് റിസോർട്ട്. തിരിച്ചവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ കപ്പിത്താൻ വണ്ടി ഓട്ടിച്ച് നമ്മളെ കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഗോകുലം ഗ്രാൻഡ് കാണുന്നുണ്ടോ? ഇത് ഫുൾ അവരുടെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ അടുത്തടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അടുത്ത ബാച്ചിനെ കൊണ്ടുപോകാനായിട്ട് ബോട്ടിലെത്തിയിട്ടുണ്ട്. അടുത്ത ബാച്ചിനെ കൊണ്ടുപോകാണ്. നമ്മൾ പോയി വന്ന് അടുത്ത ബാച്ച് കയറുകയാണ്. അടുത്ത നമുക്ക് ബോട്ടിംഗ് നോക്കാം. പെഡൽ ബോട്ടുണ്ട്, കയാക്കിംഗ് ഉണ്ട്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പം നമ്മൾ പെഡൽ ബോട്ട് എടുക്കാൻ നോക്കാം. ബോട്ടിങ്ങിന് പോവാണ്. ഇതിലേതെങ്കിലും ഒരു ബോട്ട് എടുക്കാം. നോക്കട്ടെ. ഇത് കയാക്കിംഗ് ബോട്ട്, അത് പെഡൽ ബോട്ട്. നമ്മൾ വന്നപ്പോൾ ഇത്തിരി ലേറ്റായി. ഇപ്പോൾ 6 മണി കഴിഞ്ഞു. 6 മണി കഴിഞ്ഞാൽ ഇവിടെ കയാക്കിംഗ് പറ്റില്ല. അതുകൊണ്ട് കയാക്കിംഗ് പോകാൻ പറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും നോക്കാം. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. സന്ധ്യയായി കഴിഞ്ഞ് ഭയങ്കര കിടിലം വ്യൂവും നല്ല ആംബിയൻസ് ആണ്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് നല്ല കിടിലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ പൂള്. ഇതൊരു പൂളാണ്, മെയിൻ പൂള്. നമുക്കെന്തായാലും പൂളിലോട്ട് ചാടാം. പൂളിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം.